ഇതിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സമ്മേഷൻ. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫോമുല നമ്മൾ പഠിച്ചാൽ മതി. ആ ഫോമുല a to b f of x dx that is equal to limit h tends to 0 h into f of a plus h plus etc plus f of a plus n minus 1 into h. ഈ ഫോമുലയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ ഫോമുല പഠിച്ചിട്ട് ഇവിടെ h ഈക്വൽ ടു b മൈനസ് എ ബൈ എൻ, h ടെൻസ് ടു 0 ആകുന്ന കണ്ടീഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകണം. അങ്ങനെ രണ്ട് കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ വേണ്ടത് a to b f of x dx that is equal to limit h tends to 0 h into f of a plus h plus f of a plus 2h plus etc up to f of a plus n minus 1 into h. ഇതാണ് നമ്മുടെ ഫോമുല. ഇവിടെ h എന്ന് പറഞ്ഞാൽ എന്താണ്? b മൈനസ് എ ബൈ എൻ. നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. സമ്മേഷനിൽ നമുക്കറിയാം എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇതാ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എടുത്താൽ ആൻസറായി. അതായത് ഇവിടെ എന്ത് തോന്നുന്നു 4/2 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ തന്നെ 1 കൊടുത്താൽ 1/2, ദാറ്റ് മീൻസ് ആൻസർ 3/2 ആണ്. പക്ഷേ സമ്മേഷൻ യൂസ് ചെയ്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ പറയും, യൂസിങ് സമ്മേഷൻ അല്ലെങ്കിൽ യൂസിങ് ലിമിറ്റ് ആസ് എ സം എന്ന്. അത് ചെയ്യാൻ ആദ്യം ഞാൻ ഇവിടെ എഴുതുകയാണ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എക്സ് എന്ന് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് ലോവർ ലിമിറ്റ് എഫ് ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി എഫ് ഓഫ് 1 പ്ലസ് എച്ച്, അതായത് എക്സ് എവിടെയുണ്ടോ അവിടെയൊക്കെ 1 പ്ലസ് എച്ച് കൊടുത്തു. ഇനി എച്ച് എന്താണ് എന്ന് എഴുതുകയാണ്. എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി മൈനസ് എ ബൈ എൻ, ദാറ്റ് മീൻസ് 1/n. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഫംഗ്ഷൻ ഒന്ന് എഴുതി വെച്ചു. അത് കഴിഞ്ഞ് എഫ് ഓഫ് എ കണ്ടു, ലോവർ ലിമിറ്റ് എഫ് ഓഫ് എ പ്ലസ് എച്ച് കണ്ടു. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് 1 പ്ലസ് എച്ച്. ഇനി എഫ് ഓഫ് എ 1 പ്ലസ് 2h ആണെങ്കിൽ നമുക്കൊരു വിഷമമില്ല, 1 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് ഒന്ന് ക്ലോസ് ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു 1 പ്ലസ് അങ്ങനെ അപ് ടു n ടൈംസ് ആണ് ഇവിടെ 1 വരുന്നത്. പ്ലസ് 1 ഇവിടെ എത്ര പ്രാവശ്യം വരുന്നു? n ടൈംസ് 1 വരും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? പ്ലസ് എച്ച് പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എത്ര പ്രാവശ്യമാണ്? n മൈനസ് 1 ടൈംസ് എച്ച് വരുന്നു. ഓക്കെ, ഇതിനെ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചു. ഇനി ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു എച്ച് ഇൻറ്റു ഇവിടെ എത്ര പ്രാവശ്യം? 1 പ്ലസ് n ടൈംസ്, ദാറ്റ് മീൻസ് n. ഇതിൽ നിന്ന് ഞാൻ എല്ലാത്തിൽ നിന്നും എച്ച് ഔട്ട് സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നിന്ന് എന്താ വന്നേ? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 വന്നു. ഓക്കെ, ഇനി ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു n പ്ലസ് ഇവിടുന്ന് എച്ച് ഇൻറ്റു നമ്മൾ ഒരു ഫോമുല പഠിച്ചിട്ടുണ്ട്, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു n, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഫോമുല? എസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്താ തന്നിരിക്കണേ? n മൈനസ് 1. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്താ ചെയ്യാം? n മൈനസ് 1 ഇവിടെ n മൈനസ് 1 പ്ലസ് 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു n മൈനസ് 1. ഇവിടെ കട്ട് ചെയ്ത് പോയി, ഇതാണ് ഇവിടെ വരുന്ന ആൻസർ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്ത് കൊടുക്കാം? n ഇൻറ്റു n മൈനസ് 1/2 കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? എച്ചിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എച്ചിൻ്റെ വാല്യൂ അവിടെ 1/n അത് കൊടുക്കുകയാണ്. എച്ചിനെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, കാരണം എച്ചിൻ്റെ വാല്യൂ അവിടെ കൊടുത്ത്, എച്ചിൻ്റെ വാല്യൂ എന്താണ്? 1/n ഇൻറ്റു n പ്ലസ് ഇവിടെ എച്ചിൻ്റെ വാല്യൂ എന്താണ്? 1/n. ഈ എച്ചും കൂടി ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും ഒരു 1/n. ഇവിടെ n ഉണ്ട്. ഇതിൽ നിന്നും ഒരു n-നെ ഔട്ട് സൈഡിൽ കൊണ്ടുവരികയാണ്. ഇതിൽ നിന്ന് ഒരു n-നെ ഔട്ട് സൈഡിൽ കൊണ്ടുവന്നാൽ 1 മൈനസ് 1/n/2. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതും കട്ട് ചെയ്ത് പോയി, ഇതും കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്ത് പോയി.
ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിമിറ്റ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിൽ വന്നാൽ മാത്രമേ n ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 1 പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? 1/2. അപ്പോൾ ആൻസർ എന്ത് വന്നു? 3/2. ഓക്കെ, സമ്മേഷനിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുകയാണ്. ഇനി എഫ് ഓഫ് 1 ലോവർ ലിമിറ്റ് എന്താണ്? എഫ് ഓഫ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ എഴുതി. ഇനി എഫ് ഓഫ് 1 പ്ലസ് എച്ച്, എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് 1 പ്ലസ് 2h പ്ലസ് എച്ച് സ്ക്വയർ. ഇനി എഫ് ഓഫ് 1 പ്ലസ് 2h ആണെങ്കിൽ എന്ത് വരും? 1 പ്ലസ് 2hൻ്റെ സ്ക്വയർ, അതായത് 1 പ്ലസ് ഇവിടുന്ന് 4h സ്ക്വയർ പ്ലസ് 4h. ഇനി h എന്താണ്? b മൈനസ് എ, അതായത് 2 മൈനസ് 1/n, അതായത് 1/n. അപ്പോൾ നമുക്ക് നെസസറി ഡേറ്റാസ് എല്ലാം നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1, എഫ് ഓഫ് എ പ്ലസ് എച്ച്, അതായത് 1 പ്ലസ് 2h പ്ലസ് എച്ച് സ്ക്വയർ. ഇനി എഫ് ഓഫ് എ പ്ലസ് 2h എന്താ വന്നേക്കണേ? 1 പ്ലസ് 4h സ്ക്വയർ പ്ലസ് 4h പ്ലസ് എക്സെട്ര. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു നമുക്ക് 1 പ്ലസ് 1 പ്ലസ് 1 അപ് ടു n ടൈംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ 1 പ്ലസ് അങ്ങനെ n ടൈംസ് ഇവിടെ എഴുതുകയാണ്. ഇനി അടുത്ത ടേമാണ് 2h 4h പിന്നെ 6h അങ്ങനെ വരും. അപ്പോൾ 2h പ്ലസ് 4h പ്ലസ് 6h പ്ലസ് എക്സെട്ര ഇങ്ങനെ ഒരു ടേം. ഇനി ഒരു ടേമും കൂടിയുണ്ട്, അതായത് എച്ച് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇവിടുന്ന് 4h സ്ക്വയർ ആകുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ h സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, this is equal to limit h tends to 0 h into 1 plus 1 plus 1 n times 1 വന്നാൽ എന്ത് എഴുതാം? നമുക്ക് n പ്ലസ് ഇനി ഇവിടുന്ന് 2hനെ ഔട്ട്സൈഡിൽ കൊണ്ടുവരികയാണ്. 2hനെ ഔട്ട്സൈഡിൽ കൊണ്ടുവന്നാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1. ലാസ്റ്റ് ടേം ഇവിടെ n മൈനസ് 1 ആണ്, കാരണം ഈ ഒരു ടേം ഇവിടെ കുറഞ്ഞു. അതുപോലെ ഇതിൽ നിന്നും പ്ലസ് എച്ച് സ്ക്വയറിനെ ഔട്ട്സൈഡിൽ കൊണ്ടുവന്നാൽ 1 സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും? n മൈനസ് 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് h ടെൻസ് ടു 0 h ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ NH വന്നു പ്ലസ് ഈ എച്ചിനെ ഇവിടേക്ക് കൊടുക്കണം 2h സ്ക്വയർ വന്നു. ഇവിടെ നിന്ന് എന്താ നമുക്ക് എഴുതാൻ പറ്റുക? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോമുലയാണ് 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര അപ് ടു n വരെയാണെങ്കിൽ s ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. ഹിയർ എന്ത് വരും? n മൈനസ് 1 ഇൻറ്റു n/2. n മൈനസ് 1 വരെയുള്ളൂ, അത് കാരണമാണ് n മൈനസ് 1 പ്ലസ് 1, ദാറ്റ് മീൻസ് n/2. ഇനി അതുപോലെ തന്നെ 1 സ്ക്വയർ 2 സ്ക്വയർ അപ് ടു 3 സ്ക്വയർ ആണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഫോമുല എന്താണ്? എസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 ആണ് അതിൻ്റെ ഫോമുല. ഇവിടെ എന്നിൻ്റെ സ്ഥലത്ത് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? n മൈനസ് 1 ആണ്. അപ്പോൾ n മൈനസ് 1 ഇവിടെ കൊടുത്തു. n മൈനസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n. ഇനി ഇവിടെ എന്ത് വരും? ഈ ഇവിടെ n മൈനസ് 1 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു n മൈനസ് 1 വന്നു പ്ലസ് 1, അതായത് 2n മൈനസ് 2 പ്ലസ് 1, ദാറ്റ് മീൻസ് 2n മൈനസ് 1/6. ഇതാണ് ഇവിടെ നമുക്ക് ഈ ലാസ്റ്റ് ടേമിൻ്റെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് 2h സ്ക്വയറിനെ ഞാൻ ഔട്ട് സൈഡിൽ കൊടുത്താൽ ഇവിടെ വരുന്നത് എന്താണ്? n ഇൻറ്റു n മൈനസ് 1/2 പ്ലസ് ഇവിടുന്ന് h സ്ക്വയറിനെ ഔട്ട് സൈഡിൽ എടുത്തു, കൂടാതെ ഈ എച്ചും കൂടി ഇവിടേക്ക് വന്നു. അപ്പോൾ h ക്യൂബായി. നമുക്കിവിടുന്ന് എന്ത് വരും? n ഇൻറ്റു n മൈനസ് 1, ഇവിടുന്ന് എന്ത് വന്നു? 2n മൈനസ് 1/6 വന്നു. ഓക്കെ, ഇനി ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 NH. നമുക്ക് എച്ചിനെല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മൈനസ് 1/1. ഇവിടെ എച്ചിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും 1/n. ഞാൻ 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1/n പ്ലസ് ഇവിടെ എച്ചിൻ്റെ വാല്യൂ
ഇവിടെ 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോയി. എച്ചിൻ്റെ വാല്യൂ 1/n ഇൻറ്റു 1/n. ഇവിടെ നിന്ന് n ഇവിടെയുണ്ട്. ഈ n-1 നിന്നും n ഔട്ട് സൈഡിലേക്ക് എടുത്തു. 1 - 1/n. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഔട്ട് സൈഡിൽ എടുക്കുന്നത്? കാരണം ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാനാണ്. n ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഈ n എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലേക്ക് വരണം. അപ്പോൾ 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിനാണ് ഡിനോമിനേറ്ററിലേക്ക് ഇതിനെ വേരിയബിളിനെ കൊണ്ടുവരുന്നത്. ഇവിടെ h³ ആണ് വന്നേക്കണേ. അപ്പോൾ 1/n ഇൻറ്റു 1/n ഇൻറ്റു 1/n 3 പ്രാവശ്യം 1/n വരിക. അപ്പോൾ ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു n എന്ന് പറഞ്ഞാൽ അതാ 1 - 1/n. ഇനി ഇതിൽ നിന്നും ഒരു n ഔട്ട് സൈഡിൽ എടുക്കുക. അപ്പോൾ n ഔട്ട് സൈഡിൽ എടുത്താൽ 2 - 1/n/6. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവനും കട്ട് ചെയ്ത് പോയാൽ 1+. ഇനി എന്ത് വരുന്നു? ഇവനും കട്ട് ചെയ്തു, ഇവനും കട്ട് ചെയ്ത് പോയാൽ ഇവിടെ എന്ത് വരുന്നു? 1. ഇനി 3 n 1 2 3 ഇതേ 1 2 3 n കട്ട് ചെയ്ത് പോയി. ഇവിടുന്ന് 1 × 2 2/6. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്താം? ദിസ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഇവിടുന്ന് 1/3. ദാറ്റ് മീൻസ് 6 വന്നു +1 7/3. നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ സമ്മേഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സബ്മിഷനിൽ വരാറുള്ളത് ഇപ്പോൾ ഈ വന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം f(x). ഇവിടെ എന്താ f(x) തന്നേക്കണേ? f(x) = e⁻x ആണ്. ഇനി f(0) നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ട് എല്ലാം സെയിം ഫോർമാറ്റാണ് വരുന്നത്. അപ്പോൾ f(0) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e⁻0. ഇനി f(0 + h) എന്താണ്? e⁻0 + h, അതായത് e⁻h. ഇനി e⁻0 + 2h, ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻2h. h എന്താണ്? h = 1 - 0/n, ദാറ്റ് മീൻസ് 1/n. ഇത്രയും എഴുതി. ഇനി നമുക്ക് നേരെ എല്ലാം ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു f(a) e⁻0 പ്ലസ് e⁻h പ്ലസ് e⁻2h പ്ലസ് എക്സെട്ര പ്ലസ് n-1 ഇൻറ്റു h. ഇനി ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് e⁻h പ്ലസ് e⁻2h പ്ലസ് എക്സെട്ര. നമുക്ക് e⁻n-1 ഇൻറ്റു h. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു ഫോമുല ജോമെട്രിക്കൽ പ്രോഗ്രഷനിൽ GPയിലുണ്ട്. അതായത് n ടേംസിൻ്റെ സം കാണാൻ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ GPയിലുള്ള ഫോമുലയാണ് Sn, ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു r(n-1/r-1) എന്ന് പറഞ്ഞ ഫോമുല. ഈ ഫോമുലയിൽ നമുക്കിത് അപ്ലൈ ചെയ്താൽ ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു a ഇവിടെ ആരാണ്? 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ നോക്കി e⁻h/1 അല്ലെങ്കിൽ e⁻2h/e⁻h. എങ്ങനെ ചെയ്താലും e⁻2h/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻h എന്ന് പറഞ്ഞാൽ e⁻h തന്നെയാണ്. അല്ലെങ്കിൽ e⁻h/1 എന്ന് പറഞ്ഞാലും e⁻h ആണ്. അപ്പോൾ ഇവിടെ r ആരാണ്? r എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ e⁻h ആണ്. ഇനി അവിടെ ഒരു n ഉണ്ട്, -1/r ആണ് e⁻h-1. ഓക്കെ, ഞാൻ ഫോമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ലിമിറ്റ് h ടെൻസ് ടു 0, ഈ എച്ചിനെ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരിക, ഈ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ e⁻n(h-1)/e⁻h-1/h, ഈ എച്ചിനെ ഞാൻ താഴോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു 0 e⁻x-1/x, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമുക്കറിയാവുന്ന ഒരു ഫോമുല എക്സ്പോണൻഷ്യലിൻ്റെ. അപ്പോൾ ഈ ഫോമാറ്റിലേക്ക് ഇത് അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, ഇവിടേക്ക് ലിമിറ്റിനെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഞാൻ ദിസ് ഈസ് ഈക്വൽ ടു NH, ഇവിടെ നോക്കൂ, NH എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. NH എന്താണ്? NH ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കണ്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ NH ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ e⁻1 ബൈ ലിമിറ്റ് h ടെൻസ് ടു 0 e⁻h-1/h, ഈ ടേം
എന്തായി മാറി? 1 ആയി മാറി. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ e raised to 1 minus 1. That means e minus 1. അപ്പോൾ ആൻസർ എന്ത് വന്നു? e minus 1. ഓക്കെ.